Okay, all of you mark your attendance. Mark your attendance. അപ്പൊ നമ്മള് ഇതുവരെ പഠിച്ചത് നമ്മൾ കുറെ ഭാഗം പഠിച്ചിട്ടുണ്ടല്ലേ. കാ മുതലുള്ള അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് അതൊന്നും ഒന്ന് ഓർക്കണം അല്ലെ. കുറെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും വായിക്കാൻ അറിയോ ഒന്നൊന്നും അറിയില്ല അല്ലെ. അപ്പൊ നമുക്ക് കാ മുതലുള്ള അക്ഷരങ്ങൾ വായിക്കാം എഴുതാം അല്ലെ. അവിടെ നമുക്കൊന്ന് നോക്കായിരുന്നു അല്ലെ. നമ്മൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ എവിടം വരെ എടുത്തത്? 20ാമത്തെ പേജ് വരെയുള്ളതായിരുന്നു അല്ലെ. ഓക്കെ, അപ്പൊ ഇന്ന് പേജ് നമ്പർ നമുക്ക് കുറച്ച് മുന്നോട്ട് നോക്കിയ മക്കള് ജസ്റ്റ് ഒന്ന് വായിക്കാലോ. നമുക്ക് തൊട്ട് മുന്നേ, അതായത് ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 21 ആണ് മിസ്സിലേത്. മിസ് നിങ്ങളിൽ ഏതാണ്? കരടി എടുത്തേ മക്കളെല്ലാവരും. 22 ആണോ? വെരി ഗുഡ്. അപ്പൊ പേജ് നമ്പർ 22 എടുത്ത എല്ലാ മക്കളും ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കണ്ടേ. നമ്മള് കുറെ നാളുകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മറന്നുപോയോന്ന് അറിയണ്ടേ അല്ലേ. അപ്പൊ കാ മുതലുള്ള വ്യഞ്ജനാക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അക്ഷരം മുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത് മുതൽ നമുക്കൊന്ന് വായിക്കാം അല്ലെ. എന്താണ് ഫസ്റ്റ് വൺ? കാ. എന്താ മക്കളെ? Take page number 22. കരടി. നോക്കിയേ മിസ് വായിക്കാം. അപ്പൊ നിങ്ങൾ തൊട്ട് നോക്കി വായിക്കണം കേട്ടോ. മിസ്സിനെ കൂടെ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചേ. എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് വായിച്ചേ മിസ്സിന്റെ കൂടെ. കരടി. ഖ നഖം. മ്യൂട്ട് ചെയ്തോ, സൗണ്ട് വരില്ല കേട്ടോ. ഗദ. ഗദ. ഘടികാരം. തേങ്ങ. തേങ്ങ. നെക്സ്റ്റ് നോക്കിയേ, അടുത്തത് നമ്മളെടുത്ത് തത്തമ്മേ പൂച്ച പൂച്ച എന്നുള്ളൊരു പാട്ട് പഠിച്ചു അല്ലെ. എന്താ? തത്തി തത്തി തത്ത നടന്നു, കൊത്തിയെടുത്തു വിത്തെല്ലാം. പമ്മി പമ്മി പൂച്ച വരുന്നു, അയ്യോ തത്തേ പാറിപ്പോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് തത്ത പറന്നു പറ 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 അല്ലെ. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി മിസ് ചോദിക്കുന്ന ആൾ അത് വായിക്കണേ. അടുത്തത് ഞാൻ ഇന്ന് എല്ലാവരെയും മ്യൂട്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? വായിച്ചു പഠിക്കുന്നുണ്ടോ? അടുത്ത് നോക്കിയേ, കീരിയുടെ പാട്ടുണ്ട്. ആരാ അത് പാടുന്നേ? ലുബാബ. കീരിയുടെ പാട്ട് പാടിയ ലുബാബ. കിരി കിരി കിന്നന്ദ കിന്നത്തിൽ കിളിക്കിട്ട കല്ലും മണ്ണും പൂക്കിട്ട പാലം കടത്തിത്ത. ഓക്കെ, വെരി ഗുഡ് ലുബാബ. നെക്സ്റ്റ് അടുത്തത് ഏതാ പേജ് നമ്പർ നോക്കി നിങ്ങള്? അത് വായിക്കണേ. ആരാ വായിക്കണേ? ഫാത്തിമ ജാബിർ. എന്താ അടുത്ത പേജ് നോക്കിയേ മിസ്? വായിച്ചേ മോളെ. ചിരവ. ചായ. ശേഷം. അടുത്തത് വെരി ഗുഡ്. ഓക്കെ ഫാത്തിമ, വെരി ഗുഡ്. നെക്സ്റ്റ് ഫാത്തിമ മെഹറിനാണ് വായിക്കേണ്ടത്. അടുത്ത പേജ് നോക്കിയേ. എന്താ അടുത്ത പേജിലുള്ളത്? കുട. മറന്നുപോയോ? ഗരുഡൻ. തോണി. ഓക്കെ, ഒന്നുകൂടി. കുട, പീഠം, ഗരുഡൻ, തോണി. അടിയിൽ എന്താ ഫാത്തിമ മെഹറിൻ?
മടി. അക്ഷരങ്ങളും ചിഹ്നങ്ങളും നോക്കിയേ. മടി. പട. അടുത്തത് പിന്നെ വേറൊരു അക്ഷരം എന്താ? കട. ഈണം. ഓണം. ഏണി. അടുത്തത് ഏതൊക്കെ അക്ഷര? പായുണ്ട്, ദീർഘമുണ്ട്. ആന്നുള്ള പാഠം. പാഠം. മൂന്നാമത്തെ ഡായാണ് താഴെയുള്ളത് അല്ലെ? മൂന്നാമത്തെ ഗരുഡനില് ഡ. പട. ഇപ്പ കൂട്ടക്ഷരം. ഡപ്പി. വള്ളിയിട്ട ഡപ്പി. അടുത്തതോ? ഓക്കെ, വെരി ഗുഡ്. മക്കളെ നിങ്ങൾ വായിച്ചു പഠിക്കണേ നല്ലപോലെ. ഇനി നെക്സ്റ്റ് അൻവിത. അടുത്ത പേജ് വായിച്ചേ അൻവിത. ചുവപ്പ്. നീല. ഓക്കെ, വെരി ഗുഡ്. തല. രഥം. തേരം. ധനുസ്. ഞാൻ നദി. ഓക്കെ. കടൽ. കഥ. മൂന്നാമത്തെ ഗ. അടുത്തത് ഗ. പിന്നെയോ? ഗദ. ധനം. നര. തേടിയ വള്ളി. ചുറ്റി. ഓക്കെ, വെരി ഗുഡ് അൻവിത. ഓ, പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. എന്താണ് അൻവിത? ഒന്നുമില്ലേ? ഓക്കെ, നെക്സ്റ്റ് അഭിനവ് വായിച്ചേ. അഭിനവേ, അടുത്ത പേജ് എന്താ അഭിനവേ? കുഞ്ഞിക്കിളിയുടെ ടാറ്റ. എന്താ കഥ? പറഞ്ഞാ മതി, അതിലില്ല പോലെ വായിക്കണ്ട. എന്താ കഥയിലുണ്ടായിരുന്നത്? നേരം വരവരാ വെളുത്തു അല്ലെ? കണ്ണ് നിറഞ്ഞു നോക്കിയതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? കഥ പറഞ്ഞാ മതി, വായിക്കണ്ട. വായിക്കാനാവില്ല. എനിക്ക് അമ്മ എന്ത് ചെയ്തു? വേഗം ആഹാരം എന്താന്ന് പറഞ്ഞ സമയത്ത് അമ്മ ആഹാരം തേടിപ്പോയി അല്ലേ? എന്നിട്ടോ ആരൊക്കെ എടുത്തോണ്ട് പോയത്? ദീപുവും കൂട്ടുകാരും അല്ലെ? അരയാളിന് ചോട്ടിലെത്തിയിട്ട് കുഞ്ഞിക്കിളിയെ എടുത്തുകൊണ്ട് പോയി. എന്നിട്ടോ വീട്ടിലെത്തിയതിനു ശേഷം ദീപുവിന്റെ അമ്മ കണ്ടു അല്ലേ, ഇവർക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന്. അപ്പൊ എന്താ? വഴക്ക് പറഞ്ഞു. എന്നിട്ടോ അവരാ കിളിയെ അവിടെ തിരികെ കൊണ്ടുവച്ചു അല്ലേ? അപ്പൊ ആ കിളിക്ക് സന്തോഷമായി. അപ്പൊ ആ കിളി എന്ത് ചെയ്തു? ദീപുവിനും കൂട്ടുകാർക്കും ടാറ്റ കൊടുത്തു അല്ലേ? ഓക്കെ, വെരി ഗുഡ് അഭിനയ. നെക്സ്റ്റ് ആദ്യം അത് വായിച്ച. അടുത്ത എന്താ നമ്മള് പറഞ്ഞത്? അടുത്ത പേജില് ആദ്യ അൺമ്യൂട്ട് ചെയ്തേ മോളെ. ചിത്രം നോക്കി പറയൂ. എന്തൊക്കെയാ അവിടെ ചെയ്യുന്നത് കുട്ടികള്? കളിക്കുന്നു, ഇരിക്കുന്നു. ഉറങ്ങുന്നു, കുളിക്കുന്നു അല്ലേ? ഓക്കെ. അപ്പൊ എന്തൊക്കെയാ? വായിക്കുന്നു, കളിക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, തുള്ളുന്നു, എഴുതുന്നു, നീന്തുന്നു, ഉറങ്ങുന്നു, കുളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട് അല്ലേ?
നെക്സ്റ്റ് പേജിൽ എന്താ? വെരി ഗുഡ് മോളെ ആദിശ്രീ. എന്താ അടുത്ത പേജിൽ എന്താ ആദിശ്രീ നമ്മൾ പഠിച്ചത്? അൺമ്യൂട്ട് ചെയ്തോ, അമ്മ വരണമെന്നൊന്നുമില്ല. ആ വായിച്ചു. എന്താ പറഞ്ഞത്? ആഘോഷങ്ങളെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? എന്താ ആഘോഷത്തിൽ പറഞ്ഞ? ഏതൊക്കെ ആഘോഷങ്ങള്? അടുത്തതോ? ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്ന ഏതോ ആഘോഷം? ക്രിസ്മസ് അപ്പൂപ്പൻ വരുന്ന ആഘോഷം ഏതാ? ക്രിസ്തുമസ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ആഘോഷങ്ങളെ കുറിച്ച്. ആഘോഷങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ? എന്തൊക്കെയാ? ഈദ് മുബാറക്കും ക്രിസ്തുമസും. നമ്മൾ അതിന് മുന്നേ കുറെ കാലം മുമ്പ് എന്ത് പഠിച്ചിട്ടുണ്ട്? ഓണത്തെ കുറിച്ചും ഓണാഘോഷത്തെ കുറിച്ചും പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ആകാശത്ത് അമ്പിളിക്കല കാണും അല്ലെ? അതാണ് ഈദ് മുബാറക്ക്. പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? കാലിത്തൊഴുത്തിൽ പിറന്നവനായ, ലോകത്തിൽ വഴികാട്ടിയവനായ യേശു പിറന്ന നാളാണ് ക്രിസ്തുമസായിട്ട് നാം ആഘോഷിക്കുന്നത് അല്ലേ? പിന്നെ നെക്സ്റ്റ് ഓക്കെ മോളെ അതിശ്രീ, വെരി ഗുഡ്. നെക്സ്റ്റ് വൈഗ വായിച്ചേ. വൈഗ അടുത്ത പേജ്. പശു, ഫലം, ഭരണി, മാങ്ങ. താഴെ ഫലിതം, ബാലൻ, ഭയം, മാനം. വെരി ഗുഡ്. മാനം. നെക്സ്റ്റ് പേജ് നിരാശ കുട്ടി വായിച്ചു. നിരാശ. ഭയം, പാലം, വായും ടായും. വട, സിംഹം, തവള, വാഴ. ഓക്കെ. അപ്പൊ നമ്മള് ചായം, താരം, യ, ര, ല, വ, ശ, ഷ, സ, ഹ, ള, ഴ, റ. ഇത്രയും അക്ഷരങ്ങൾ വെച്ച് ഓരോ വേർഡ്സ് ആണ് അവിടെ പഠിക്കുന്നത്. ചായം, താരം, പാലം, വട, മേശ, മഷി, സിംഹം, തവള, വാഴ, പാറ. അത്രയും നമ്മൾ പഠിച്ചു അല്ലേ? ഓക്കെ മക്കളെ, നെക്സ്റ്റ് പേജിൽ നമ്മൾ എന്താ പഠിച്ചത്? നൂഹാസ്മിൻ. ആ വ്യഞ്ജനാക്ഷരങ്ങളൊന്ന് വായിച്ചേ നൂഹക്കുട്ടി. നെക്സ്റ്റ് ഇത് സ്ട്രോങ്ങിൽ പറഞ്ഞു. ഒന്ന് നെക്സ്റ്റ് അടുത്തത് സോഫ്റ്റ് ആയിട്ട് പറ. അടുത്തത് ഇനി അടുത്തത്. ഓക്കെ നെക്സ്റ്റ്. ഓക്കെ ഓക്കെ മോളെ, വെരി ഗുഡ്. നെക്സ്റ്റ് വിചിത്രം വായിച്ച അടുത്ത് ഏതൊക്കെ അക്ഷരങ്ങളാ? ഓക്കെ യാ,
യാ രാ രാ വാ ഷാ ഷ ഷ കാ സ ആ ഹ ലാ ല ര ര റ. ഓക്കെ. യ ര ല വ ശ ഷ സ ഹ ള ര റ. ഇത്രയും പഠിച്ചു അല്ലേ? നെക്സ്റ്റ് നമ്മൾ എന്താണ് ഒരു പാട്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഏബൽസിന്റെ അഗസ്റ്റിൻ. കുഞ്ഞേ കരയല്ലേ അറിയാതെ. കുഞ്ഞു നിന്റെ മനസ്സിലെല്ലാം കുഞ്ഞുടുപ്പിലോ കുഞ്ഞു കവളിലൊരിക്കൂ കുഞ്ഞു കണ്ണിന്റെ മഷിയില്ല കുഞ്ഞു മനുഷ്യവിന്നെ ഉരുളൂലോ. ഉരുളൂലോ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത്ര വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പൊ കാ മുതലുള്ളത് ഇനി കുറച്ചു പേരും കൂടി ഉണ്ട് വായിക്കാൻ അല്ലേ? അടുത്ത കാന്നെ എടുത്തിട്ട് റിയാൻ വായിച്ചേ മോനെ, കാ മുതല്. അതുവരെ നമുക്ക് പഠിക്കണം നല്ലതുപോലെ കേട്ടോ. കാ, അതായത് 22 പേജ് നമ്പർ മോനെ വായിച്ചേ. കരടി നഖം. തേങ്ങ. വെരി ഗുഡ് റിയാൻ. നെക്സ്റ്റ് ആദിഷ് വായിച്ചേ. ആദിഷേ എന്താ റിയാനെ പറഞ്ഞോ? റിയാൻ പോയോ? വായിച്ചോ മോനെ. ആദിഷേ തത്തി തത്തി തത്ത നടന്നു. തത്ത നടന്നു. കൊത്തെല്ലാം പമ്മി പമ്മി പൂച്ച വരുന്നു. പാറിക്കോ. കൊത്തിയ കതിരും ചുണ്ടിലെടുത്ത് പറഞ്ഞു. പറ പറ പറ. ഓക്കെ, വെരി ഗുഡ് ആദിഷ്. നെക്സ്റ്റ് ഷഹല് പാടി അടുത്ത പാട്ട്. ഷഹലെ. പൊക്കിത്ത. കല്ലായി പാലം കടത്തിച്ച. ഞാറ്. വെരി ഗുഡ് ഷഹൽ, വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് റഫാൻ. വായിക്കാം എഴുതാന്നുള്ളത്. കുട. കുട വായിച്ച മനെ. ഓക്കെ ഓക്കെ. ജനൽ. ചഷം. ഞാറ്. കേൾക്കുന്നില്ലല്ലോ റഫാനെ. ഓക്കെ, വെരി ഗുഡ്. ഏതൻ ജെ മാത്യു അടുത്ത പേജ് വായിച്ച മോനെ. വെരി ഗുഡ്. അടുത്ത താഴെയിലതോ ഏതൻ. താഴെ എന്താ? മടി. മടി. കട. കട. ഓക്കെ, വെരി ഗുഡ് ഏതൻ. നെക്സ്റ്റ് ഉമർ ജാഫർ. അടുത്ത പേജ് വായിച്ചേ മോനെ ഉമറെ. പച്ച. മഞ്ഞ. ഓക്കെ, വെരി ഗുഡ് ഉമർ. അടുത്ത മുഹമ്മദ് ഷാസിൽ. ഷാസിൽ വായിച്ച അടുത്ത പേജ്.
മുഹമ്മദ് ഷാസിൽ, can you hear me? ഷാസിലെ കേൾക്കുന്നില്ല. ഡെൽവിൻ ബിജു ആ വായിക്കുന്നുണ്ടോ? ഓക്കെ, വേണ്ട ഡെൽവിൻ. ആ ഷാസിൽ വായിക്കേ. ഷാസിലെ പ്ലീസ് അൺമ്യൂട്ട്. താത്തല അൺമ്യൂട്ട് ചെയ്യുമോനെ. രഥം ദാദേഹം ധനുസില്ലേ? നരി. താഴെയുള്ളതോ? താക്ക് വള്ളിയിട്ട തീര. തിര. കഥ. ഗദ. ധനം. നര. വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഡെൽവിൻ ബിജു. അടുത്ത പേജിൽ എന്താ മോനെ വായിച്ച് കേൾപ്പിച്ചേ? പറഞ്ഞേ, എന്താണ് ആ സ്റ്റോറി? അറിയോ? അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ പേജിലത് വായിച്ചാൽ മതി. കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു? വായിക്കുന്നു, ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, പാടുന്നു, എഴുതുന്നു, നീന്തുന്നു, കിടന്നുറങ്ങുന്നു, കുളിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇഷാനി. അടുത്ത പേജ് എന്താ ഇഷാനി കുട്ടി വായിച്ചേ? എന്താ പറഞ്ഞേ? ആഘോഷങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. പുണ്യമാസം കടന്നുപോയി, ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കി ആകാശത്തിൽ അമ്പിളിക്കല. എന്താ ആഘോഷം അത്? ഈദ് മുബാറക്. നെക്സ്റ്റ് താഴെ പിറന്നവൻ, ലോകത്തെ വഴികാട്ടിയവൻ, യേശു പിറന്ന എന്താ? ക്രിസ്തുമസ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇവാന ബിജു. ഇവാന കുട്ടി, ഇവാന പോയോ? ഓക്കെ, റിയാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? റിയാനെ എന്തോ പറയാന്നുണ്ടായിരുന്നല്ലോ മിസ്സിനോട്, പറഞ്ഞോ? ഒരു പാട്ട് പാടാനാണോ? പാടിക്കോ. പാടിക്കോ. ഓക്കെ, വെരി ഗുഡ്. പഠിക്കോ. ഓക്കെ, സൂപ്പർ പാട്ടായിട്ട് റിയാൻ കേട്ടോ. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മള് ഇവാന ബിജു വന്നോ? ഇവാന, can you hear me? ഇവാനൊക്കെ കേൾക്കുന്നുണ്ടോ? ഇവാന വായിച്ചില്ല. അപ്പൊ നമുക്കിന്ന് നമുക്ക് എന്താ ചെയ്യണമെന്നറിയോ? നമ്മള് വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മിസ്സിനെ എഴുതി കാണിച്ചേ മക്കള്. പഠിച്ചു നോക്കട്ടെ.
all of you take your slate and pencil. സ്ലേറ്റിൽ എഴുതി കാണിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ഡിക്റ്റേഷൻ ആണ് എഴുതിയേ നോക്കട്ടെ. വ്യഞ്ജനാക്ഷരങ്ങൾ കംപ്ലീറ്റ് മിസ്സിനെ എഴുതി കാണിക്കുന്നവര് ആരൊക്കെ ഉണ്ട് നോക്കട്ടെ. കാണാതെ എഴുതണേ മക്കള്, പഠിച്ചോ നോക്കട്ടെ. ഓരോ അക്ഷരം എഴുതുമ്പോ എന്ത് ചെയ്യണം? ക കരടി അങ്ങനെ മനസ്സിൽ ഓർക്കണം. നെക്സ്റ്റ് ഖ മുഖം അല്ലെങ്കിൽ നഖം അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ ഖ മനസ്സിലാവും. അങ്ങനെ എഴുതിയ മക്കള് കാണിച്ചു തന്നെ മിസ്സിനെ നോക്കട്ടെ. അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. വ്യഞ്ജനാക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് അറിയില്ലേ? ക ഖ ഗ ഘ ങ. ഓർക്കാനുള്ള വഴി മിസ് പറഞ്ഞിട്ടുണ്ട്. ക ച ട ത പ ഓർഡറിൽ കിട്ടാൻ അല്ലേ? അപ്പൊ സ്വരാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചില്ലക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്, ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട്. കൂട്ടക്ഷരങ്ങൾ പഠിക്കണ്ടേ അല്ലേ? അപ്പൊ ചിഹ്നങ്ങൾ ഓർത്തു വെക്കണേ മക്കളെ. നമുക്ക് എപ്പോഴും വായിക്കാൻ ചിഹ്നങ്ങൾ എഴുതാനും നമുക്ക് വേണം കേട്ടോ. അപ്പൊ പഠിക്കണം നല്ലത്. അപ്പൊ വ്യഞ്ജനാക്ഷരങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതിയേക്കാ കരടി അങ്ങനെ നിങ്ങൾ ആലോചിച്ച് എഴുതിയ, നോക്കാതെ ടെക്സ്റ്റ് ഒന്നും നോക്കാതെ എഴുതിയ മക്കള് അറിയോ? എന്ത് പറ്റി അൻവിത അമ്മേനെ വിളിക്കുന്നേ? പറഞ്ഞോണ്ട് എഴുതിയേ. അങ്ങനെയാന്ന് ഓർക്കണ്ടേ കേട്ടോ. നിങ്ങൾ അക്ഷരം എഴുതുമ്പോ ക കരടി, ഖ നഖം, ഗ ഗദ. ആ എന്താ അൻവിത പറഞ്ഞു? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടാ. എനിക്ക് ഞാൻ എഴുതാൻ ആവുന്നില്ല മിസ്സേ. ഞാൻ എഴുതാൻ പഠിച്ചില്ലേ? മാർക്ക് കിട്ടുന്നില്ലേ മോക്ക്? പഠിപ്പിക്കാ. നമ്മൾ എ എന്ന ചിഹ്നം പഠിച്ചത് ഓർമ്മയുണ്ടോ? എ എന്ന ചിഹ്നം ഓർമ്മയുണ്ടോ? ഞാൻ എഴുതുമ്പോ എങ്ങനെയാന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ആർക്കെങ്കിലും അക്ഷരങ്ങൾ കിട്ടുന്നില്ലേ പറയണ കേട്ടോ. ഞാൻ എഴുതുമ്പോ നമ്മൾ ആദ്യം നമ്മൾ എ എന്ന ചിഹ്നം പഠിച്ചിട്ടുണ്ട്. ഇതാ ഇതല്ലേ എ എന്ന ചിഹ്നം അല്ലേ? ആണോ? യെസ് ഓർ നോ? എനിക്കറിയില്ല. ആ ഓക്കെ. അപ്പൊ ഈ ചിഹ്നത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? ഇവിടെയല്ലേ ഇത് അവസാനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്കൂടെ എടുത്ത് ഇങ്ങനെ മനസ്സിലായോ? അപ്പൊ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഈ ഒരു ചിഹ്നം എഴുതി എന്നിട്ട് എന്ത് ചെയ്യണം? താ എഴുതണം. താ ഇങ്ങനെ എഴുതല്ലേ നമ്മള്? കൂട്ടി. അപ്പൊ എന്തായി? ഞാറ് ഞാ ഉണ്ടോ? ഞണ്ട് എന്നിട്ട് ഞായ. കിട്ടിയോ മോളെ? ഒന്ന് എഴുതി നോക്കിയേ. ഈ റാ എഴുതുമ്പോ നമ്മൾ ഉള്ളിക്കൂട്ടി എഴുതുന്നില്ലേ? റാ എഴുതിയിട്ട് ഇതാ ഇവിടെ ഉള്ളിൽ കൂട്ടുന്നത് പോലെ അങ്ങനെയല്ല എഴുതുന്നത്. ഇങ്ങനെ എഴുതണേ. ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് ഇവിടെ വെച്ച് അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാ? താ എഴുതും. അപ്പൊ ഞായായി. ഉണ്ടോ? ഇങ്ങനെ എടുത്തു, ഇവിടെ കൊണ്ടുവച്ചു, ഇതിന്റെ മുകളിലേ എടുത്തു, ഇങ്ങനെ ഞാറ് ഞണ്ട് നില ഞാ. കിട്ടിയോ? എഴുതാൻ കിട്ടിയോ അൻവിത? യെസ്, വെരി ഗുഡ്. ഏതെങ്കിലും ബുദ്ധിമുട്ടില്ല? ഖ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? നാലാമത്തെ ഖ. ഓക്കെ, എഴുതി നോക്കിയ മക്കൾ എല്ലാവരും എഴുതണേ. ആരും എഴുതാതിരിക്കരുത്. ക ഖ ഗ ഘ ങ. ഖ കരടി, ഖ നഖം, ഗ ഗദ, ഖ ഘടികാരം, ങ മാങ്ങ. അങ്ങനെ ഓർത്ത്, അല്ലെങ്കിൽ തേങ്ങ. അങ്ങനെ ഓർത്ത് എഴുതിയേ. അപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ഓർമ്മ വരും. അപ്പൊ അക്ഷരങ്ങളും ഓർമ്മ വരും. ആയിഷാനി, വെരി ഗുഡ്. ഖ ഖ ഗ ഘ ങ, ഛ ഛ ജ ഛ ഞ എല്ലാം എഴുതിയിട്ടുണ്ട് അല്ലേ? ഡ ഠ ഡ ഠ ന. ഓക്കെ, അവിടെ പിടിച്ച ഷാനി നോക്കട്ടെ ഏതെങ്കിലും തെറ്റിട്ടുണ്ടോന്ന്. നേരെ തിരിച്ചു പിടിക്കും. ഇവിടെ ബാക്കിയോ? ഷ വരെ കണ്ടുള്ളൂ. സ ഹ ള ഴ റ ഇത്രയും അക്ഷരങ്ങളും കൊണ്ട് എഴുതണം. പഠിച്ചോ മക്കളെല്ലാവരും? നൂഹക്കുട്ടി എന്താ പരിപാടി? കൈക്ക് എഴുതി പഠിക്കാണോ? കടലാസിൽ എഴുതിയേ നോക്കട്ടെ മിസ്, പേപ്പറിൽ എഴുതിയേ. ആ ഇവിടെ വൈക എഴുതിയിട്ടുണ്ടല്ലോ വരച്ചിട്ട് സൂപ്പർ ആയിട്ട്. വെരി ഗുഡ്. അപ്പൊ ഇഷാനിയും വൈകിയും എഴുതി.
നെക്സ്റ്റ് ആരാ എഴുതിയേ? ആ ഹാ ള ഴ റ വരെയുണ്ട്. അക്ഷരങ്ങൾ തറവായി പഠിച്ചാലേ മക്കളെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാ? സ്വരാക്ഷരങ്ങള്, വ്യഞ്ജനാക്ഷരങ്ങള് നിങ്ങൾ തറവായി പഠിക്കണം. ആ സ ഹ ള ഴ റ. വെരി ഗുഡ് ഇഷാനി. ഓക്കെ, അപ്പൊ നന്നായിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അൻവിത കുട്ടി അതിലായത് കൊണ്ട് മിസ്സിന് അത്ര ക്ലിയർ ഉണ്ടാവില്ല. ഖ ഖ ഗ ഘ ങ ഛ ഛ ജ ഝ ഞ. അവിടെ അൻവിത കഴിഞ്ഞു. ഇപ്പൊ ഫാത്തിമ ജാബിർ എഴുതി കഴിഞ്ഞു, ലുബാബ എഴുതി കഴിഞ്ഞു. മക്കള് നോക്കാതെ അല്ലേ എന്നല്ലേ എഴുതുന്നേ? ഓർത്ത് എഴുതിയേ. ആ വെരി ഗുഡ്. നിഡാഷ എഴുതി, നിഡാഷ. വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ എഴുതിയേ? എല്ലാ മക്കളും എഴുതിയേ. എല്ലാവരും പഠിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അല്ലേ? ആ നിഡാഷ വെരി ഗുഡ്. ഇനി യാ രാ ല വ ശ ഷ സ ഹ ള ഴ റ. ലുബാബ വെരി ഗുഡ്. എല്ലാം മൊത്തം എഴുതിയിട്ടുണ്ട്. എന്താ അൻവിത? യാ എഴുതാൻ കിട്ടുന്നില്ലേ? അൻവിത കുട്ടിക്ക് യാ എഴുതാൻ കിട്ടുന്നുണ്ടോ? എന്താ പറഞ്ഞേ? യാ എഴുതാൻ പറ്റുന്നില്ലേ? ഇല്ലേ? എഴുതാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? കാണിച്ചു വാ. ഓക്കെ ഓക്കെ. ആ ഇവിടെ ആദ്യ കുട്ടി എഴുതി കഴിഞ്ഞു അല്ലേ ആദ്യ? വെരി ഗുഡ്. ഓക്കെ, യാ എഴുതേണ്ടത് എങ്ങനെയാ നോക്കിയേ മക്കളെ? ഇങ്ങനെ എടുത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിലേ കൊണ്ടുവന്ന് താഴേക്ക് കൊണ്ടുവന്ന് മുകളിലോട്ട് അല്ലേ? ഒന്നുകൂടി സ്റ്റൈലിൽ എഴുതാം നമുക്ക്. യാ, നമ്മള് താമരയൊക്കെ വരക്കാൻ പഠിച്ചല്ലേ യാ എഴുതിട്ട്? ഓക്കെ, യാ നോക്കിയേ എങ്ങനെയാ? ഇതിലേ എടുത്തു ഇങ്ങനെ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. സോറി, തെറ്റിപ്പോയിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. യാ. അപ്പൊ എന്ത് ചെയ്യാ? ഇങ്ങനെ ഒരു യാ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം മക്കള്? ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന്റെ മുകളിലേ എഴുതി പഠിക്കുക കൊറേ പ്രാവശ്യം. പഠിച്ചോ? അമ്മയോട് ഒരു യാ എഴുതരാൻ പറയൂ ഇങ്ങനെ. എന്നിട്ട് അതിന്റെ മുകളിലേ എഴുതി പഠിക്കാം. പഠിച്ചോ? ഓക്കെ, വെരി ഗുഡ്. ഇപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ? നമ്മൾ ഈ എക്സാമിന് ശേഷം പഠിച്ച ഭാഗങ്ങളൊക്കെ നല്ലത്, അതിന് മുന്നേ ഉള്ളത് വായിക്കണം, നല്ലതുപോലെ വായിക്കുക. പിന്നെ സ്വരാക്ഷരങ്ങൾ പഠിക്കുക, ഓർത്തു വെക്കുക. ചിഹ്നങ്ങള് അല്ലേ പ്രധാനാണ്. കാ കാ കി കി കു കു അങ്ങനെ എഴുതി പഠിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ചെയ്യാം. അപ്പൊ ചിഹ്നങ്ങൾ നല്ലോണം തറവാവണം, എന്നാ വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പൊ കാ വെച്ചിട്ട് ഇങ്ങനെ ചിഹ്നങ്ങൾ എഴുതുവാന്നറിയോ? കാ കാ, കി കീ, കു കൂ, കിറ് കെ കേ, കൈ കോ കോ, കൗ കം ക. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും വെച്ച് എഴുതണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ അല്ലേ മക്കളെ? അക്ഷരങ്ങൾ എന്ത് ചെയ്യണം? നല്ലതുപോലെ പഠിക്കണേ. അക്ഷരദീപം ബുക്ക് എഴുതുന്നുണ്ടോ നിങ്ങള്? ഉണ്ടോ? ടൂലൈൻ ബുക്കിലേക്ക് എഴുതുന്നുണ്ടോ? അക്ഷരദീപം കുറെ എഴുതിയോ? ഇനി എത്രയുണ്ട് എഴുതാൻ? എഴുതിയോ ഷാനി? എത്ര വരെ എത്തി? അക്ഷരദീപം എത്ര വരെ എത്തി? പഠിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ടൂലൈൻ ബുക്കിലും എഴുതി പഠിക്കണം കേട്ടോ എല്ലാവരും. എക്സാമാ? എക്സാം അടുത്തുണ്ടാവും കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? പഠിച്ച കാര്യങ്ങൾ നല്ല പോലെ പഠിക്കുക അല്ലേ? ഓക്കെ.
അടുത്ത ദിവസം മിസ് അതുകൊണ്ട് ഒന്ന് ചിഹ്നങ്ങൾ ഒന്നുകൂടി തറവാക്കി തരാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോവാം അല്ലേ? ഓക്കെ മിസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. എല്ലാവരും എഴുതണേ. കാക്കാക്ക എഴുതിയത് കാണിച്ചേ. കുറെ പേര് കാണിക്കണ്ടല്ലോ. കുറെ പേര് പഠിച്ചില്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ട് മിസ്സിന്. മുഹമ്മദ് ഷാസിലെ 4, 5 എഴുതിയുള്ളൂ. മറന്നുപോയോ ഷാസിലിനെല്ലാം? വേഗം വേഗം പഠിക്കുന്ന ആളായിരുന്നല്ലോ. നൂഹ എഴുതി, മുഹമ്മദ് റഫാൻ എഴുതി, വിദ്യുത്റാം എഴുതി, ആദി എഴുതി, ആദിശ്രീ എഴുതി, കുറെ പേര് എഴുതി. അഭിനവ് എഴുതിയിട്ടുണ്ട്. ഇനി ആദിഷിന്റെ എത്രല്ലോ? ആദിഷേ പഠിച്ചോ? ആദിഷേ ഇനി ആരാ? ഏതിനെ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. നെക്സ്റ്റ് ഓക്കെ ഉമർ ജാഫർ എഴുതി. ഓക്കെ ബൈ. സമയം കഴിഞ്ഞു കേട്ടോ മക്കളെ. ബൈ, സി യു, ബൈ. ഓക്കെ ബൈ.